ഇതാണ് അനന്തപുരി എന്ന പ്രദേശത്തെ ധനികയായ റോസ്ലിയുടെ വീട്. ഇവളല്ലാട്ടോ റോസ്ലി, ഇവൾ ബെല്ല, ഇസബെല്ല, ഇവിടുത്തെ ഒരേ ഒരു ജോലിക്കാരി. കടത്തിൽ മുങ്ങിയ തൻ്റെ വളർത്തച്ഛൻ പണത്തിന് പകരമായി ഇവളെ ഇവർക്ക് നൽകി. ഇപ്പോൾ ഈ വീടാണ് ഇവൾക്ക് ഏക ആശ്രയം. കൂട്ടിനായി രാപ്പകൽ നീണ്ടു നിൽക്കുന്ന വീട്ടുജോലികളും. ഇവരാണ് ധനികയും അഹങ്കാരികളുമായ റോസ്ലിയും മകൾ മേരിയും. അനന്തപുരിയുടെ രാജകുമാരനെ മകൾ മേരി വിവാഹം ചെയ്ത് ഈ നാട്ടിലെ രാജകുമാരിയായി വാഴണം. ഇതാണ് ഇരുവരുടെയും ജീവിത ലക്ഷ്യം. പക്ഷെ അതിനായി കഷ്ടപ്പെടുന്നതോ പാവം ഇസബെല്ലയും. മേരിക്കായി ഉറക്കമൊഴിച്ചിരുന്ന നല്ല ഭംഗിയുള്ള ആരെയും ആകർഷിക്കുന്ന വസ്ത്രങ്ങൾ തയ്ക്കണം. മാത്രമല്ല പുലർച്ചെ തന്നെ സൗന്ദര്യക്കൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതും കഴിഞ്ഞ് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. അതിന് മേരിയുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഉണ്ടാക്കണം. പിശുക്കരായ ഇവർ ഇസബെല്ലയ്ക്ക് സഹായത്തിന് പോലും ആരെയും വെച്ചില്ല. എല്ലാം കഴിഞ്ഞ അവസാനം വീട് മൊത്തം വൃത്തിയാക്കണം. ഇതായിരുന്നു അവളുടെ ഓരോ ദിവസവും. ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ സമയം കിട്ടുമ്പോൾ തൻ്റെ ആവശ്യകാര്യങ്ങളും ഉറക്കവുമെല്ലാം നടത്തും. ഇങ്ങനെ ഒരു നിമിഷ നേരം ഉറക്കത്തിൽ അവൾ ഒരു സ്വപ്നം കണ്ടു. അവളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നതും അതിൽ നിന്നൊരു രാജകുമാരൻ കുതിരപ്പുറത്ത് തനിക്കായി ഇറങ്ങി വരുന്നതും. അത് കണ്ട് ഉണർന്ന അവൾ അല്പം പോലും സമയം കളയാനില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ ഓടി. ഭക്ഷണം സമയത്ത് കിട്ടിയില്ലെങ്കിൽ റോസ്ലിയും മേരിയും അവളെ വല്ലാണ്ട് ഉപദ്രവിക്കും. അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ അവൾ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് സ്വയം ചിരിച്ചു. എൻ്റെ ഈ ജീവിതത്തിലേക്ക് ഏത് രാജകുമാരൻ വരാനാ? ഈ സമയം അനന്തപുരിയിലേക്ക് അന്യദേശത്തു നിന്നും ഒരു സുഗന്ധദ്രവ്യ കച്ചവടക്കാരനെത്തി, ബെഞ്ചമിൻ. ശരിയായ ഒരു താമസസ്ഥലം കണ്ടെത്തുന്നതുവരെ തനിക്ക് താമസിക്കാൻ കച്ചവട ചന്തയ്ക്ക് അടുത്തുള്ള നിങ്ങളുടെ വീട്ടിൽ ഇടം തരുമോ എന്ന് ബെഞ്ചമിൻ മേരിയുടെ വീട്ടിലെത്തി ചോദിച്ചു. പണത്തോടുള്ള ആർത്തിയുള്ള അവൾ ഒരു വലിയ തുക വാടകയായി ചോദിച്ചു. അങ്ങനെയെങ്കിൽ താമസവും ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല നാളെ ഈ അനന്തപുരിയുടെ രാജകുമാരിയാവുന്ന തനിക്ക് വേണ്ടിയതിലും അധികം ബഹുമാനം തരേണ്ടി വരുമെന്നും ഭക്ഷണം വേണമെങ്കിൽ പാചകപുരയിൽ പോയി തൻ്റെ ജോലിക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങി കഴിച്ചേക്കണമെന്നും പറഞ്ഞു. ഒരു അതിഥിയോടുള്ള മര്യാദ പോലും കാണിച്ചില്ലെങ്കിലും ബെഞ്ചമിൻ എല്ലാ നിബന്ധനകളും ശരിവെച്ചു. തൻ്റെ മുറിയിൽ പോയി വസ്ത്രം മാറി ബെഞ്ചമിൻ പാചകപുരയിലെത്തി. താൻ ഇവിടുത്തെ അതിഥിയാണെന്നും നല്ല വിശപ്പുണ്ടെന്നും പറഞ്ഞു. ഇത് കേട്ട ഇസബെല്ല മറുപടിയായി സൗമ്യതയോടെ അല്പം സമയം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. അവൻ ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്നും മര്യാദയുള്ള വാക്കുകൾ കേട്ടു. അങ്ങനെ അവൾ സ്വാദിഷ്ടമായ ഭക്ഷണം അവന് വിളമ്പിക്കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഭക്ഷണം കിട്ടിയ ബെഞ്ചമിൻ ഇസബെല്ലയെ തിരക്കി ഒരു നന്ദി പറയാൻ. പക്ഷേ ഒന്ന് കഴിഞ്ഞു ഒന്നായി ഓടുന്ന ഇസബെല്ലയെ ബെഞ്ചമിൻ ഒഴിഞ്ഞു കിട്ടിയത് വൈകിട്ട് സന്ധ്യയായപ്പോഴാണ്. ജോലിയെല്ലാം തീർത്ത് ഈ വയലിൽ ഇങ്ങനെ വന്ന് കുറച്ച് സമയം ഇരിക്കും. ആ സമയമാണ് തൻ്റെ ജീവിതത്തിലെ സമാധാനമായ നേരമെന്ന് അവൾ അവനോട് പറഞ്ഞു. കൂടെ താൻ ഇവിടെ എത്തിപ്പെട്ട കഥയും. വളരെ സൗമ്യതയാർന്ന സംസാരവും കുലീനതയും കൂടെ അവളോടുള്ള സഹതാപവും ബെഞ്ചമിനെ ചെറുതായി അവളിലേക്ക് ആകർഷിച്ചു. അപ്പോഴാണ് അവൻ തൻ്റെ അച്ഛനും അമ്മയും അവനെ ഏൽപ്പിച്ച ദൗത്യം ഓർമ്മ വന്നത്. അവൻ ഉടൻ തന്നെ അവിടെ നിന്നും പോയി. ബെഞ്ചമിൻ മഹാരാജ്യപുരിയുടെ ഒരേ ഒരു രാജകുമാരനാണ്. അനന്തപുരി അടക്കമുള്ള 7 ചെറു രാജ്യങ്ങളുടെയും അധിപനാണ് ബെഞ്ചമിൻ രാജകുമാരൻ. രാജഗുരു പറഞ്ഞത് പ്രകാരം തൻ്റെ നാടിനും തനിക്കും ഇണങ്ങുന്ന രാജകുമാരി അനന്തപുരിയിലെ ഈ വീട്ടിലുണ്ടെന്ന് രാജാവും രാജ്ഞിയും വിശ്വസിക്കുന്നു. അവരുടെ ആജ്ഞപ്രകാരമാണ് വേഷം മാറി അവൻ മേരിയുടെ വീട്ടിലെത്തിയത്. മേരിയോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് ബോധം വന്ന ബെഞ്ചമിൻ തൻ്റെ യഥാർത്ഥ വേഷത്തിലെത്തി മേരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. താൻ ബെഞ്ചമിൻ രാജകുമാരനാണെന്നും രാജഗുരുവിൻ്റെ പ്രവചനപ്രകാരം ഈ വീട്ടിലെ കുട്ടിയായ താനാണ് എൻ്റെ രാജകുമാരി എന്നുമുള്ള സന്തോഷ വാർത്ത അവളെ അറിയിച്ചു. പക്ഷേ സ്വാർത്ഥയായ അവളിൽ സന്തോഷത്തിനും അത്ഭുതത്തിനും പകരം പുച്ഛഭാവമാണ് ഉണ്ടായത്. എൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഇതുപോലെ പലരും വരാറുണ്ട്. രാജാവാണ്, മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് വേഷം മാറി. അതിൽ ഒരാൾ മാത്രമാണ് നീ. ഇങ്ങനെയും പറഞ്ഞ് അവൾ അവനെ കളിയാക്കി. ഇത് കേട്ട് അമ്പരന്ന ബെഞ്ചമിൻ അവളെ നോക്കി. തൻ്റെ രാജഗുരു പറഞ്ഞ പെൺകുട്ടി ഇവളാവില്ല. ഇത്ര അഹങ്കാരിയായ ഒരാൾ തനിക്ക് ചേരില്ല. ഗുരുവിന് തെറ്റുപറ്റിയതാകുമോ എന്ന ആശങ്കയോടെ ചിന്തിക്കുന്ന ബെഞ്ചമിന് പെട്ടെന്ന് തെളിഞ്ഞ വെള്ളം പോലെ ഒഴുകുന്ന ഒരു മുഖം ഓർമ്മ വന്നു. അതെ, ഇസബെല്ല. ഇനി അവളാകുമോ രാജഗുരു പറഞ്ഞ ഈ വീട്ടിലെ പെൺകുട്ടി? ഉറപ്പിക്കാൻ അവന് സമയം വേണമായിരുന്നു. അതുകൊണ്ട് ബെഞ്ചമിൻ മേരിയോട് ക്ഷമാപണം നടത്തി. ഇനി തെറ്റ് ആവർത്തിക്കില്ലെന്നും 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിത്തരാമെന്നും പറഞ്ഞു. പിന്നീടുള്ള ബെഞ്ചമിൻ്റെ സമയം ഇസബെല്ലയെ കൂടുതൽ അടുത്തറിയാനായി ശ്രമിച്ചു. അവളുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചു. ബെഞ്ചമിൻ്റെ സ്നേഹവും കരുതലും അവൾക്കും ഒരു പ്രതീക്ഷയുണർത്തി. അവർ രണ്ടുപേരും നല്ല കൂട്ടായി. ജീവിതത്തിൽ ആദ്യമായി അവൾ മനസ്സ് തുറന്ന് ഉറക്കെ ചിരിച്ചു. 2 ആഴ്ച പിന്നിട്ടപ്പോൾ ബെഞ്ചമിൻ ഇസബെല്ലയോട് പറഞ്ഞു, ഇസ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി വരാം. നിനക്കായി തിരിച്ചു വരും. കാത്തിരിക്കണം. അപ്പോഴും തൻ്റെ സത്യം അവൻ അവളെ അറിയിച്ചില്ല. അങ്ങനെ അവൻ പോയി മറയുന്നതും നിരാശയോടെ അവൾ നോക്കി നിന്നു. അവൻ്റെ തിരിച്ചുവരവിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു.
കുറച്ചു നാളുകൾക്ക് ശേഷം കച്ചവടച്ചന്തയിലെത്തിയ ഇസബല്ലയോട് ഒരു വൃദ്ധൻ വന്നു പറഞ്ഞു, മോളെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിരിക്കുന്നു. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ഒരു ചെറിയ കൈക്കിണറുണ്ട്, അതിൽ പോയി കഴുകി വൃത്തിയാക്കിക്കോളൂ. അവൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ആ കിണറ്റിൽ പോയി വസ്ത്രം വൃത്തിയാക്കി. ഒരു പ്രത്യേക തണുപ്പുള്ള വെള്ളമായിരുന്നു അത്. അതിൽ സ്പർശിച്ചപ്പോൾ തന്നെ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വീട്ടിലേക്ക് നടക്കും വഴി അവളുടെ വസ്ത്രവും രൂപവും മാറി ഒരു രാജകുമാരിയെ പോലെയായി. അവൾക്ക് തന്നെ ആ അത്ഭുതം അടക്കാനായില്ല. സത്യത്തിൽ ആ വൃദ്ധൻ അവളുടെ വിഷമം കണ്ട് ദൈവം അയച്ച ഒരു മാലാഖയായിരുന്നു. അപ്പോഴാണ് ആ വഴി അനന്തപുരിയിലെ രാജകുമാരൻ വന്നത്. അതെ, മേരിയുടെ സ്വപ്നമായ ഇമ്മാനുവൽ രാജകുമാരൻ, അവരുടെ നാടിന്റെ അധിപൻ. ഒറ്റനോട്ടത്തിൽ തന്നെ ഇമ്മാനുവലിന് ഇസബല്ലയെ ഇഷ്ടമായി. രാത്രിയിൽ യാത്ര അപകടമാണെന്ന് പറഞ്ഞ് തന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ ഇമ്മാനുവൽ അവളോട് ആജ്ഞാപിച്ചു. രാജകൽപ്പന നിന്ദിക്കാനാവാതെ അവൾ ഭയന്നുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ആദ്യമായി കൊട്ടാരം കണ്ട അവൾ അമ്പരന്ന് നോക്കി നിന്നു. അവിടെ എന്തോ ആഘോഷം നടക്കുകയാണ്. എല്ലാവരും നൃത്തം ചെയ്യുന്നു. പെട്ടെന്ന് ഇമ്മാനുവൽ ഇസബല്ലയുടെ കൈ പിടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. അതിൽ അതൃപ്തയായ അവൾ ഇമ്മാനുവലിനെ തട്ടിമാറ്റി. ഉടൻ തന്നെ അവൻ ഇസബല്ലയെ തുറങ്കിലടക്കാൻ ഉത്തരവിട്ടു. തന്റെ പ്രജകളുടെ മുന്നിൽ തന്നെ തട്ടിമാറ്റിയ ദേഷ്യം തീർക്കാൻ വേണ്ടി അവളെ തുറങ്കിലടച്ചു. ഇസബല്ല തന്റെ ജീവിതത്തിന്റെ അവസ്ഥയോർത്ത് വിഷമിച്ചു. ബെഞ്ചമിനെ എന്നേക്കുമായി നഷ്ടമായല്ലോ, ഇനിയുള്ള കാലം ഈ ഇരുട്ടാറയിൽ തീരുമല്ലോ എന്ന് വിലപിച്ചു. പെട്ടെന്നാണ് അവൾ ആ വിളി കേട്ടത്. ഇസ! അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. ബെഞ്ചമിൻ! ഇസ, ഞാൻ നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വന്നതാണ്, വിഷമിക്കരുത്. അവൾ സന്തോഷത്തിൽ മതിമറന്നു. ബെഞ്ചമിൻ അവളെ രക്ഷപ്പെടുത്തി ഒരു കുതിരപ്പുറത്ത് കുതിച്ചു പാഞ്ഞു. അപ്പോൾ അവൾക്ക് പണ്ട് കണ്ട സ്വപ്നം ഓർമ്മ വന്നു. സുഗന്ധദ്രവ്യ വിൽപ്പനക്കാരനായ ഇവനായിരുന്നു എൻ്റെ സ്വപ്നത്തിലെ കുതിരപ്പുറത്ത് വന്ന രാജകുമാരൻ. അവൻ അവളെ അനന്തപുരിയിൽ എത്തിച്ചു. 2 ദിവസം കാത്തിരിക്കൂ ഇസ, ഞാൻ എൻ്റെ വീട്ടുകാരുമായി വന്ന് നിന്നെ കൊണ്ടുപോകും. ഇനി എന്നും നീ ചിരിച്ചു കാണണം. അവൾ സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. വീട്ടിൽ തിരിച്ചെത്തിയ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു, എല്ലാ സങ്കടങ്ങളും അവസാനിപ്പിച്ചു തന്നതിന്. പെട്ടെന്ന് ഇസബല്ല ഒരു അലർച്ച കേട്ട് ഞെട്ടി. മേരിയുടെ കരച്ചിലായിരുന്നു അത്. മേരിയുടെ കയ്യിലുള്ള കത്ത് മഹാരാജപുരത്തിലെ രാജകുമാരൻ ബെഞ്ചമിന്റെ കൽപ്പനയായിരുന്നു. 2 ദിവസത്തിനകം ഇസബല്ലയെ കൊണ്ടുപോകാൻ രാജകുടുംബം വരുന്നുണ്ടെന്നും അവളെ ഒരുക്കി നിർത്തണമെന്നുമായിരുന്നു രാജകൽപ്പന. തന്റെ നിർഭാഗ്യത്തെ ഓർത്ത് മേരി പൊട്ടിക്കരഞ്ഞു. ഇതറിഞ്ഞ മേരിയുടെ അമ്മ റോസ്ലി ഇസബല്ലയുടെ തലയിൽ മേരിയുടെ ഒരു കിരീടം ഉറക്കെ വെച്ച് വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടാപൂച്ചയായിരുന്ന ആണുങ്ങളെ വശീകരിക്കുന്നവൾ, നാളെ നിന്നെ കൊണ്ടുപോകാനേ രാജാതിരാജനായ ബെഞ്ചമിൻ രാജകുമാരൻ വരുന്നുണ്ടത്രേ. ഒരുങ്ങി നിന്നേക്കണം. തങ്ങൾക്ക് നഷ്ടമായ അവസരവും ഇസബല്ലയോടുള്ള അസൂയം നിറഞ്ഞ വാക്കുകളായിരുന്നു അത്. ഇതെല്ലാം കേട്ട് ഇസബല്ല ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിന്നു. അടുത്ത ദിവസം ബെഞ്ചമിൻ ഇസബല്ലയുടെ അടുത്തെത്തി. എന്താ ഇസ ഇപ്പോഴും ഒരുങ്ങാത്തെ? തന്നെ കൊണ്ടുപോകാൻ വന്നത് ഈ 7 രാജ്യങ്ങളുടെയും രാജകുമാരനാണെന്ന് വിശ്വസിക്കാനാവാതെ അവൾ സ്തംഭിച്ചു നിന്നു. ഞാൻ ഈ ജീവിതം അർഹിക്കുന്നുണ്ടോ എന്ന് ഭയക്കുന്നു, ഇസ ഒരു വിറയലോടെ പറഞ്ഞു. ബെഞ്ചമിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീയേ ഈ ജീവിതം അർഹിക്കുന്നുള്ളൂ. നമുക്ക് ഉടൻ പുറപ്പെടണം. അപ്പോഴും അവളുടെ കണ്ണിൽ എന്തോ ഭയമുണ്ടായിരുന്നു. റോസ്ലിയും മേരിയും തന്നെ വഴക്ക് പറയുമോ എന്നായിരുന്നു അവളുടെ ഭീതി. ബെഞ്ചമിൻ അവളുടെ തലയിൽ രാജകിരീടം അണിയിച്ചു. ഇനി നീ ആരെയും ഭയക്കില്ല, തന്റെ യോഗ്യതയിൽ സംശയിക്കുകയുമില്ല. കാരണം ഇപ്പോൾ നീ രാജകുമാരിയാണ്, മഹാരാജപുരത്തിന്റെ രാജകുമാരി. അതും പറഞ്ഞ് ബെഞ്ചമിൻ അവളെ അവിടെ നിന്നും രാജമര്യാദയോടുകൂടി കൊണ്ടുപോയി. വളരെ ആഘോഷപൂർവ്വം അവരുടെ വിവാഹം കൊട്ടാരത്തിൽ വെച്ച് നടന്നു. ശിഷ്ടകാലം അവൾ സന്തോഷത്തിലും സമാധാനത്തിലും തന്റെ രാജകുമാരന്റെ ഒപ്പം കൊട്ടാരത്തിൽ ജീവിച്ചു.